ഹായ്, എല്ലാവർക്കും അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും റംസാൻ ദിന ആശംസകൾ. അപ്പോൾ റംസാന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി റംസാൻ ആശംസകൾ. ഈ ബീഫ് കറിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാണ്. അതിലോട്ട് നമ്മുടെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി പിന്നെ മുറിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 2 പച്ചമുളക്, അതിനുശേഷം ചെറിയ ഉള്ളിയില്ലേ അത് ഒരു 5-6 തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം കല്ലുപ്പും കൂടി വിതറി നമുക്കിത് കുക്കറിൽ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. എന്താ വെച്ചാൽ ബീഫിൽ നിന്ന് തന്നെ നമ്മുടെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്ക് മൂടി വെച്ച് വിസിൽ വരുന്നവരെ നോക്കാം. ഞങ്ങൾക്കിവിടെ നല്ല ബീഫ് കിട്ടും കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലെ പരിപാടിയിലേക്ക് കിടക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നുള്ളു ഉലുവ, പിന്നെ പെരിഞ്ചീരകം, അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്ത് അതിട്ടിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചിയാണ്. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും നമ്മുടെ വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും. ചെറിയ ഉള്ളി എപ്പോഴും ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫില്ലേ കണ്ട, അതിൽ വെള്ളമെല്ലാം കണ്ട, ആ വെള്ളത്തോടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മീറ്റ് മസാലയാണ്. നമ്മുടെ കറി നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. അതിനുശേഷം ആവശ്യത്തിന് മല്ലിയിലയും, ഈ സമയത്ത് കുറച്ച് ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? അതുപോലെ നമ്മൾ കഴിക്കുമ്പോഴേ പിന്നീടും ചോദിച്ച് വാങ്ങിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു സൂപ്പർ ടേസ്റ്റി കറിയാണ്. അപ്പോൾ എല്ലാവർക്കും റംസാൻ ആശംസകൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.